കോടതി വിധി അറിഞ്ഞിരിക്കുമല്ലോ, പരാമർശം അറിഞ്ഞിരിക്കുമല്ലോ, എന്താണ് ആദ്യ പ്രതികരണം? ED നേരത്തെ തന്നെ ഞാനും രാധാകൃഷ്ണനും വർഗീസും പാർട്ടിയും ഒക്കെ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ EDയുടെ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തത്. പ്രതിസ്ഥാനത്ത് നിന്ന് സ്ക്വാഷ് ചെയ്യാൻ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നിയമാനുസൃതമുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. PMLA കോടതി പ്രോസിക്യൂഷൻ്റെ വാദമാണ് ഇപ്പം അംഗീകരിച്ചത്. കൂടുതൽ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ കേസുകളിലൊന്നാണിത്. മറ്റു സ്വാഭാവികമായിട്ടും കരുവന്നൂർ കേസിലെ മറ്റ് പ്രശ്നങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും മറ്റുള്ളവരൊക്കെ ആവശ്യമായ അന്വേഷണം നടത്തിയതാണ്, നടപടി സ്വീകരിച്ചതാണ്. രാഷ്ട്രീയമായി ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളുടെ പേരിൽ പാർട്ടിയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും നിലപാട് സ്വീകരിച്ച് ഇപ്പം അതിൻ്റെ കരുവന്നൂർ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി വന്ന് ബാങ്ക് സാധാരണ നിലയിലേക്ക് പോവുകയാണ്. ആ BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ ഒരു കേസാണിത്. ആ കേസിനെ നിയമപരമായി ഞങ്ങൾ നേരിടും. രാഷ്ട്രീയമായിട്ട് BJPയും പ്രതിപക്ഷവും ഉപയോഗിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞു പോകും. സംഘടനയെ തന്നെ കേസിൽ പ്രതിയാക്കുന്നത് അസാധാരണ സംഭവമാണ്. തീർച്ചയായിട്ടും ഒരു സംഘടനയെ പ്രതിയാക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇതിന് മുകളിൽ കോടതിയുണ്ടല്ലോ, ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ആ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. സംഘടനയെ പ്രതിയാക്കുക എന്നുള്ള അപൂർവ സംഭവത്തിനും ED ഏതറ്റം വരെയും എന്തും ചെയ്യാൻ പോകും എന്നുള്ളൊരു സൂചനയാണ്. രാഷ്ട്രീയ ദാസ്യവേല ചെയ്യാൻ തയ്യാറാകും എന്നുള്ളൊരു സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. സുരേഷ് ഗോപി അവിടെ ഒരു മാർച്ച് നടത്തിയതാണ്, അത്തരത്തിൽ വലിയ പ്രചാരണം BJP നടത്തിയതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അന്വേഷണത്തെ ED അന്വേഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ എന്ന് കരുതുന്നു? ഞാൻ പറയുന്നത് ED അന്വേഷണങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ പുറകിൽ BJPയുടെ ഗവൺമെൻറ് ഇല്ലേ. ഒരു സുരേഷ് ഗോപി മാത്രമല്ല, സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ പങ്കുണ്ടാവും. ഞാനത് വ്യക്തിപരമായി കാണാനല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ BJP ഇതര രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയില്ലേ. ED എടുത്ത കേസിൽ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? 1% താഴെയൊക്കെയല്ലേ ഇതുവരെ എടുത്ത കേസുകളിൽ. അപ്പോൾ കേസെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തലാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ